ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് ഞങ്ങൾ അപ്പുറത്ത് കുളത്തിൽ നിന്ന് ഒരു ചൂണ്ട കിട്ടിയായിരുന്നു. അത് കുളത്തൊന്നും പകുതിയില്ല, പക്ഷെ ഭയങ്കര നീളമാണ്, അത്രച്ച് നീളമുണ്ട്. ഇവിടെയാണ് ചൂണ്ടയുടെ ഭാഗം വരുന്നത്. പക്ഷെ ചൂണ്ടയില്ല, ഇത്ര ഉള്ള. അപ്പോൾ നമുക്ക് സാധനം ഞങ്ങൾക്ക് ചൂണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കെട്ടിയേക്കുമായിരുന്നു. ആരാണോ കൊണ്ടിടുന്നത് അറിഞ്ഞോളാം. പക്ഷെ പിടി കെട്ടിയ അന്ന് എനിക്ക് ഞങ്ങളുടെ അപ്പുറത്ത് ഇല്ല ഒരാളുണ്ട്. അപ്പോൾ ആ ആള് മീൻ പിടിക്കും, ഫിഷറാണ്. അപ്പോൾ അവരൊക്കെ മീൻ പിടിക്കുക, അതുകൊണ്ട് അവരവിടെ കൊണ്ടിടും. അവർ ഇതുപോലത്തെ ചൂണ്ടയുടെ കൊളുത്തില്ലാത്തതുകൊണ്ട് അവർക്ക് കുറേ ചൂണ്ടയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എനിക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. ആ ചൂണ്ട ഞാൻ അവിടെ കൊണ്ടിട്ട്, അത് മീൻ കൊത്തട്ടെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ അവിടെ കൊണ്ടിട്ടിട്ടാണ് വന്നപ്പം അവിടെ ചൂണ്ട കിടക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇപ്പം ഇത് ആടെയാണ്. അന്നേ ഇതിനകത്ത് ഞങ്ങൾ മീൻ പിടിച്ചായിരുന്നു. ഒരു ചൂണ്ടയില്ല, ഇരുമ്പെടുക്കാം. ഇരുമ്പുണ്ടോ? കിട്ടി, ഇവിടെ ഇരുമ്പ് കിട്ടി. നമുക്ക് കിട്ടിയ ഈ ഭാഗം നമുക്ക് ഞാൻ മുറിച്ചെടുക്കാം. കേബിളിൻ്റെ വേറെ ഈ കമ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കാം. മൈ ക്യാമറ കട്ട് ചെയ്തെടുക്കാം. പാത്രമില്ല ഗൈസ്, കട്ട് ചെയ്യാൻ. കിട്ടി ഗൈസ്, കിട്ടി. കയറാം. ഇപ്പം ഇങ്ങനെ സിറ്റൗട്ട് പോലെ ഇങ്ങനെ കിടക്കുക. ഇതിനകത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. സ്പോഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കും. എനിക്ക് വേറെ ഒരു ചൂണ്ടയുണ്ട് മീൻ പിടിക്കുന്നത്. ഇനി കുറേ 4-5 ചൂണ്ടകളുണ്ടായിരുന്നു. അപ്പം 3 എണ്ണം കണ്ട് അവിടെ കൊണ്ടിട്ട്. പിന്നെ ഇപ്പോൾ എനിക്ക് 4 ചൂണ്ടയുള്ളായിരുന്നു. സോറി 5 ചൂണ്ടയുണ്ടായിരുന്നു. 6 കളഞ്ഞു പോയി ഗൈസ്. ഇവിടെ എല്ലാം തൊപ്പി വന്ന് ഫിഷിന് പോയപ്പോൾ എല്ലായിടത്തും തൊട്ടി പൈസ കിട്ടിയിട്ടില്ല. അപ്പം വേറൊരു ചൂണ്ട എനിക്കുണ്ട്. ടോട്ടൽ ഇപ്പം 4 എണ്ണേ ഉള്ളൂ. ഇപ്പോൾ 3 എണ്ണം ഉള്ളായിരുന്നു. 2 എണ്ണം ചെറിയ കൊണ്ടിട്ട് ഇവിടെ അപ്പുറത്ത് കുളത്തിൽ. അവിടുന്ന് പറയുന്ന പേര് ചെറിയെന്നാണ്. അപ്പോൾ അവിടെ കൊണ്ടിട്ടുണ്ട്. 3, 4. അപ്പോൾ 3 ഊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് 3 ഊണ്ടുള്ളതിന് 2 എണ്ണം അവിടെ കൊണ്ടിട്ടിട്ട് ബാക്കി ഒരെണ്ണേനും ഇവിടെ വെച്ച്. എൻ്റെ ഇഷ്ടംപോലെ ഇനി ഇതുപോലത്തെ കൊളുത്തുണ്ട്. ചൂണ്ടയുടെ കൊളുത്തത് കുഞ്ഞ് കണ്ടോ, ബിഗ് കൊളുത്ത് വരെ ഉണ്ട്. ഇത് കുഞ്ഞ് മീനുകളൊക്കെ കൊത്തുന്നത് അതൊക്കെ എൻ്റെ കുഞ്ഞു കൊളുത്തു. കണ്ടോ കുഞ്ഞു കൊളുത്ത, കുഞ്ഞു മുറിച്ചെടുക്കാം. ഇതുപോലത്തെ ഇനി 2 കൊളുത്തോണ്ടിരിപ്പുണ്ട്. അത് ഈ ചൂണ്ടയ്ക്കകത്ത് ഫിറ്റ് ചെയ്യാം. ഈ ചൂണ്ടയുടെ കൊളുത്ത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. എനിക്ക് ബാലൻസ് പറ്റുമൊക്കെ ചെയ്യോ? പ്രോബ്ലം ഊരെടുക്കേണ്ടി വരും. ഊരെടുക്കാൻ സിമ്പിളാണ്.
മണിക്കുട്ടിയെ മണിക്കുട്ടിയെ ഗൈസ് മറ്റ് ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ്. ഞങ്ങൾ പുതിയ വീട് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു തത്ത പറന്നു പോയിരുന്നു, പാരറ്റ് പറന്നു പോയപ്പോൾ അത് ഈ കാറ്റ് വന്നിരിപ്പുണ്ട്. കണ്ടില്ല എൻ്റെ ക്യാമറയുടെ ബോർഡ് ആ കാർഡിൽ. അപ്പം ആ കാർഡിൽ എന്തോ മണിക്കുട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കുക, പക്ഷെ കിട്ടുന്നില്ല. എങ്ങനെയും പിടിക്കണം. പറ്റി ഇപ്പം ഇരുന്ന് അവിടെ ഒന്ന് കരയുക. കൂടെ സൗണ്ട് ഇപ്പം അവിടെ നിന്ന് സൗണ്ട് വെക്കുക. രാവിലെ തൊട്ട് ഇരുന്ന് സൗണ്ട് വെക്കുമായിരുന്നു. രാവിലെ വിളിച്ച് തത്ത താര് വീണായിരുന്നോ എന്ന് ഞാൻ വിളിച്ച് സൗണ്ട് വെച്ച് വെക്കുക. അപ്പം ഞാൻ പോയി നോക്കിയപ്പം ഇയാൾ ഇവിടെ നിന്ന് ഞങ്ങൾ വാലൊക്കെ കട്ട് ചെയ്ത് ഇട്ടേക്കുമായിരുന്നു. പക്ഷെ ഇത് വീണ്ടും ഇങ്ങനെ കിളിച്ചിറങ്ങി. ഇത്രയൊക്കെ ആയി വാല് തത്തയുടെ. അതിന് വരണം, പിടിക്കാൻ നോക്കുക. പക്ഷെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഇത് കണ്ടായിരുന്നു, തത്ത ഓർഡർ ചെയ്ത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വിളിച്ചപ്പം 3 തത്ത വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ വന്നിട്ടില്ല, വരുമ്പം വിളിക്കാമെന്ന്. ഇനി നമുക്ക് ചൂണ്ടയിട്ടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചൂണ്ടയിട്ടേക്കാം. ഇതിനകത്തോട്ട് വലിയ മഴ പെയ്യുന്നു, ട്രെയിൻ അതിൻ്റെ കൈ ചൂണ്ടിട്ട് മുറിയില്ല എന്നാലും ഓക്കെ. കട്ട് കാണിച്ചിട്ട് വലിക്കാം. ഇനി കെട്ടാം നമുക്ക്. തോന്നുന്നു ഇച്ചിരി ടൈറ്റായിട്ട് കെട്ടോ. ഞാൻ ലൂസായിട്ടാണ് കെട്ടുന്നത്. അപ്പം ടൈറ്റായിട്ട് കെട്ടാം. ഞാൻ ഇപ്പം 2 എണ്ണം അങ്ങനെ ടൈറ്റായിട്ട് കെട്ടും. ഒരെണ്ണം ഞാൻ ലൂഫായിട്ട് കെട്ടും. ഇത് ഇത്രയും കണ്ട് ഇങ്ങനെയൊക്കെ പോയി കേട്ടോ. ഇനി കൊളുത്ത് ഇതുണ്ടോ, ഈ തുമ്പ് ഇത് കണ്ടോ, ഈ തുമ്പിനകത്തോട്ട് ഇങ്ങനെ ചുറ്റണം. ഇവിടെ ഇത്ര വെച്ച് ചേട്ട് കണ്ട് ഇത്ര വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചുരുണ്ട് പോണ ഗൈസ്. ഇതെന്തോ പറ്റിയറിയാം, കുറച്ച് നാളായി ഒരു സൈക്കിൾ എടുത്ത് അപ്പോൾ ചൂണ്ട ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പറൊന്നും ഉണ്ടാക്കുന്നു, ഇത്ര ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പോയില്ല. ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ 1 മാസം കൊണ്ടായി ഉണ്ടാക്കാതിരുന്നിട്ട്. എനിക്ക് എന്തോ പോലെ തോന്നി ചൂണ്ട കിട്ടിയപ്പോൾ. കെട്ടി ഈ ഭാഗം നമുക്ക് കെട്ടണം, ചേർത്ത് കെട്ടണം. കുഴപ്പമില്ല, എന്തെല്ലാം കെട്ടാം. Please.
നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുമ്പ് കട്ട് ചെയ്തെടുക്കാൻ പാടാം. തുമ്പായിട്ടെടുക്കാം. ചുണ്ണോണ്ട് വൈകിട്ട് ഇനി തോട്ടി പോകണം. ചുമ്മാ പോയിട്ട് കുളിച്ചില്ല ഗൈസ്. തോട്ടി പോകുന്നു പോയി കട്ട് ചേച്ചി. ഇന്ന് 2 ഉണ്ടായിരുന്നു. ഞാൻ പകുതി കണ്ടു. നിങ്ങൾ കണ്ടോ? ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകമുണ്ട്. ഈ വീഡിയോയ്ക്ക് ആരെ ഫസ്റ്റ് കമൻറ്റ് ഇടുന്നേ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നവർ ഫസ്റ്റ് ആരെ കമൻറ്റ് ഇടുന്നേ അവരുടെ പേര് അയക്കണം. ഞാൻ ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ. കഷ്ടപ്പെട്ടു. ഇനി അവിടെ ഈ കൊളുത്ത് ഈ സാധനം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ? ഈ സാധനം കട്ട് ചെയ്തെടുക്കാം. ഇന്ന് രാത്രി പ്രേമലും ഉണ്ട് ഗൈസ്. ഇതൊക്കെ പറയുന്നേ ജീവിക്കും. ഇനി ഇവിടെ ചേട്ട ഇവിടെ കൊളുത്ത്, ഇവിടെ കൊളുത്ത്, ഇവിടെ തൊളുത്ത്. അപ്പം ഇവിടെ ചേട്ട Oof, my God. ഞാൻ വീഡിയോ ഇടുന്നത് ഇപ്പം എത്ര സെക്കൻഡായി? ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് 14 സെക്കൻഡായി. ഞാൻ ഇത് വീഡിയോയ്ക്ക് എടുത്തത്. നിങ്ങളെല്ലാവരും ഇത് കാണണം. ആരെ ഫസ്റ്റ് കമൻറ്റ് ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ആരെ ഫസ്റ്റ് കമൻറ്റ് ഇടുന്നത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു തരും. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആരെ കമൻറ്റ് ഇടുന്നത് അവർക്ക്. ഞാനൊരു കമൻറ്റ് ഇടും, അത് കുഴപ്പമില്ല. നിങ്ങളായിട്ട് ഈ വീഡിയോ കാണുന്നവർ ആരെ ഫസ്റ്റ് കമൻറ്റ് ഇടും. ഞാൻ കുഴപ്പമില്ല, ഞാൻ കമൻറ്റ് ഇട്ടു. ഓക്കെ, ഇടാം. നോക്കാം. ഫസ്റ്റ് ഇവിടെ ചൂണ്ട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് കുപ്പി ചൂണ്ട ഉണ്ടാക്കാം നമുക്ക്. ക്യാമറ